ആരോഗ്യവകുപ്പിന്റെ കുഷ്ഠരോഗ നിവാരണ ക്യാമ്പയിൻ അശ്വമേധം 7.0ക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കുമ്പളയിലെ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ വെച്ച് നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. സമൂഹത്തിൽ മറഞ്ഞുകിടക്കുന്ന കുഷ്ഠരോഗത്തെ ഗൃഹസന്ദർശനത്തിലൂടെ കണ്ടെത്തി രോഗനിർണയം നടത്തി ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് അശ്വമേധം ക്യാമ്പയിനിലൂടെ ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ 10,000-ൽ 0.11 എന്ന നിരക്കിൽ ഇപ്പോഴും കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ കുട്ടികളിലും രോഗലക്ഷണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തി ആരംഭിച്ച അശ്വമേധം ക്യാമ്പയിന്റെ ഭാഗമായി ജനുവരി 7 മുതൽ 20 വരെയുള്ള 2 ആഴ്ചക്കാലമാണ് ആരോഗ്യസേന ഭവന സന്ദർശനം നടത്തുന്നത്. ഇതിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനമാണ് കുമ്പളയിലെ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ വെച്ച് നടത്തിയത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ചെറുക്കള ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ശ്രമകരമായ ദൗത്യത്തോടുകൂടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകന്മാരും ഡോക്ടർമാരും ഒക്കെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളും ജനതയും ഒന്നിച്ചു നിന്ന് ഇല്ലായ്മ ചെയ്ത ഒരു രോഗമാണ് കുഷ്ഠരോഗം. ആ കുഷ്ഠരോഗം ഇന്ന് നമ്മുടെ നാടുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും അത് കടന്നു വരുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി ആരോഗ്യ പ്രവർത്തകന്മാരുടെയും ആരോഗ്യ വകുപ്പിന്റെയും പഠനത്തിന് വിധേയമായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കുമ്പളയിൽ വെച്ച് തന്നെ ഇതിന്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് ഇതിന്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നടത്തുന്നത്. ചടങ്ങിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സന്തോഷ്, ബേസിക് സ്കൂൾ പ്രധാനാധ്യാപകൻ പി വിജയകുമാർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ചന്ദ്രൻ, DPHN എം ശാന്ത എന്നിവർ സംസാരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ഹെൽത്ത് സൂപ്പർവൈസർ മധുസൂദനൻ മെട്ടമ്മൽ നന്ദിയും പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെയാണ് അശ്വമേധം ക്യാമ്പയിൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ച ആശാപ്രവർത്തകയും ഒരു പുരുഷ വോളണ്ടിയറും അടങ്ങുന്ന സംഘം വീടുകളിലെത്തി കുഷ്ഠരോഗ ലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. കാസർഗോഡ് ജില്ലയിൽ 3,56,947 ഭവനങ്ങളിലേക്കുള്ള സന്ദർശനം 1,894 വോളണ്ടിയർമാർ ജനുവരി 6 മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.